നന്നായിട്ടുണ്ട്. എടുത്തു ഇങ്ങനെ. ഹായ്, ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ മാപ്രാണം നന്ദിക്കര റൂട്ട്, ആ റൂട്ടില് നെടുമ്പാൾ ഷാപ്പ്, അല്ലെങ്കിൽ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രാവിൻകൂട് ഷാപ്പ്. സ്ഥലം നെടുമ്പാളാണ്, മാപ്രാണം നന്ദിക്കര റൂട്ടിലാണ്. നിങ്ങൾ നോക്കിയേ, എന്താണ് ഇതിന്റെ ഒരു ഭംഗി നോക്കിയേ. ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം, ഇതുപോലെ എന്തെന്നാ പറയാ, നല്ല ചാറ്റല് മഴ, അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി വൈബുള്ള സ്ഥലമാണ് നമ്മുടെ പ്രാവിൻകൂട് ഷാപ്പ്. ഈ പ്രാവിൻകൂട് ഷാപ്പിലെ കറികളുണ്ട്, നല്ല കള്ളാണെന്നാണ് പറഞ്ഞു കേട്ടെ, അറിയില്ല, നമുക്ക് ഒന്ന് ട്രൈ ചെയ്യണം. ഇവിടെ നല്ല കള്ളാണെങ്കിൽ ആ കള്ളൊന്ന് ട്രൈ ചെയ്യണം. അതുപോലെ മെയിൻ ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറികളാണെന്ന് പറഞ്ഞു. ആ കറികൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. ഈ ഷാപ്പിന്റെ ഭംഗി ഇതൊക്കെ കൂടിയിട്ട് ഉള്ള ഒരു എപ്പിസോഡായിരിക്കും ഇത്. എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക്, അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നെടുമ്പാൾ ഷാപ്പ്, പ്രാവുംകൂട് ഷാപ്പ് എന്നാണ് ഇതിന്റെ പേരെന്നാണ് എൻ്റെ അറിവ്. ഇവിടെ എഴുതി വെച്ചാണ് പേര് പ്രാവുംകൂട്, പക്ഷെ സ്ഥലം നെടുമ്പാൾ ഷാപ്പാണ്. നമുക്ക് 30 വർഷമായിട്ട് ഈ പേരിൽ അറിയപ്പെടുന്ന പ്രാവുംകൂട് ഷാപ്പ് എല്ലാവർക്കും അറിയാം. ഞാനും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് ഇന്ന് ഈ പ്രാവുംകൂട് ഷാപ്പിൽ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ചേട്ടാ? അപ്പൊ നമുക്കൊന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കൊള്ള വെച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടാ, ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്കൊന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പൊ തുറന്നല്ലേ? അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞോ, ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ? ആടിന്റെ തലക്കറി, അല്ലേ? ചെമ്മീൻ റോസ്റ്റ്, മീനിന്റെ എന്ത് മീനാണ്? പുഴമീൻ പിലോപ്പിയ വറുത്തത്, പിന്നെ ബീഫ് വരട്ടിയത്, വായിൽ വെള്ളം വരുന്നു, പോർക്ക് റോസ്റ്റ് അല്ലേ? മൊയല് റോസ്റ്റ്, കണവ കൂന്തൽ എന്ന് പറഞ്ഞ സാധനം. കൊഴുവിന് പൊടിമീൻ, കാട ഫ്രൈ, മീൻ തോരൻ പറഞ്ഞ സാധനല്ലേ? പലിഞ്ഞീൻ, മീനിന്റെ പലിഞ്ഞീൻ, താറാവ്, നാടൻ താറാവ് അല്ലേ? കക്കറച്ചി. അപ്പൊ ഏകദേശം ഒരു 10-12 ഐറ്റംസ് കൂടി ഉണ്ട് അല്ലേ ഇപ്പൊ ഉള്ളത്. പിന്നെ രാവിലെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? കഴിഞ്ഞു പോയത് നല്ല ഫിഷ് കറി ഉണ്ടായിരുന്നു, വാളക്കറി, നാടൻ വാളക്കറി ഉണ്ടായിരുന്നു അല്ലേ? ആടിന്റെ പോട്ടി ഉണ്ടായിരുന്നു, ആടിന്റെ ബ്രെയിൻ ഉണ്ടായിരുന്നു, ആടിന്റെ ബ്രെയിൻ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ഏകദേശം കഴിഞ്ഞു പോയി, ആൾക്കാർ കഴിച്ചു കഴിഞ്ഞു. റോസ്റ്റ് കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞ അപ്പൊ ഒക്കെ കുഴപ്പമില്ല. നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മുടെ സ്ഥലത്തിന്റെ പേര് മറക്കണ്ട, എല്ലാവർക്കും അറിയണമെന്ന് പറഞ്ഞാലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നോണ്ട് പറയാം, പ്രാവുംകൂട് ഷാപ്പ്, നെടുമ്പാൾ അല്ലേ? നെടുമ്പാൾ സ്ഥലം മാപ്രാണം നന്ദിക്കര റോഡ്, പ്രാവിൻകൂട് ഷാപ്പ്. അപ്പൊ പരമാവധി ആൾക്കാർ ഇത് നല്ല ചാറ്റില് മഴയൊക്കെ തുടങ്ങിയിട്ടില്ലേ? അപ്പൊ നല്ല പ്രകൃതി രമണീയമായ കാലാവസ്ഥയ്ക്കിന് ഇവിടേക്കൊക്കെ ഇടയ്ക്ക് പോരെ, അപ്പൊ അടിപൊളിയായിരിക്കും. കാരണം കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല വെള്ളമൊക്കെ ആയിട്ട് അതൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇവിടുത്തെ ഈ പ്രകൃതി നല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇവിടെ ആരെങ്കിലൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ, നമുക്ക് സാധനങ്ങളൊന്ന് ടേസ്റ്റ് നോക്കണം. അതിന് മുന്നേ നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരെയൊന്ന് പരിചയപ്പെടാം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എങ്ങനെയാണ് ഇതിപ്പോ നിങ്ങള് കുറച്ചു നേരമായി വന്നിരിക്കുന്നത്? നിങ്ങളിപ്പോ എന്തൊക്കെയാ ഓർഡർ ചെയ്തേ? കൂന്തൽ ഓർഡർ ചെയ്തു, മൊയിലിറച്ചി ഓർഡർ ചെയ്തു, ബീഫ് ഓർഡർ ചെയ്തു, പന്നി ഓർഡർ ചെയ്തു. അപ്പൊ അത്യാവശ്യം ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ ട്രൈ ചെയ്തു, എല്ലാം ട്രൈ ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇവിടെ അടിപൊളിയാണ്. കറികളൊക്കെ ഒന്നും പറയാനില്ല, ഒരു അടിപൊളി. നമ്മൾ കുറച്ച് നാളായി ഇവിടെ വരുന്നു. നമുക്കിവിടെ ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ്.
കറികളൊക്കെ നല്ല ടേസ്റ്റാണ്, അടിപൊളി. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലോങ്ങിൽ നിന്നാണ് വന്നത്. നിങ്ങൾ സ്ഥലം എവിടുന്നാ പറയാൻ പറ്റുമോ? ചാലക്കുടി നിന്നാണ് വന്നത്. കേൾക്കുക, നമ്മുടെ ചാലക്കുടിന്നാണ് ഈ പ്രാവൻകൂട് ഷാപ്പ് തേടിയിട്ട് ആൾക്കാർ വന്നേക്കുന്നത് അല്ലേ? വന്നിട്ട് നിങ്ങൾക്കൊരു നഷ്ടബോധമില്ല, സന്തോഷമില്ലേ? അടിപൊളി പക്ക ടേസ്റ്റ്, അടിപൊളി വൈബാണല്ലേ? അടിപൊളി. ഇവിടെ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങി പുറത്തൊക്കെ നിന്നാലും ക്ലൈമറ്റ് ക്ലൈമറ്റും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഷാപ്പ് ഇരിക്കുന്ന സ്ഥലം അല്ലേ? ആളിടുക്കിയാണ്. ആളിടുക്കിന്ന് നമ്മുടെ ഇവിടേക്ക് വേണ്ടി എത്തിയൊരാളാണ് ഇദ്ദേഹം. ചാലക്കുടിയും കടന്ന് അപ്പുറത്തുനിന്ന് ഇടുക്കിന്ന് വന്നേക്കുന്ന ആളുണ്ട് ഇവരുടെ കൂടെ. അപ്പൊ അവര് എക്സ്പ്ലോർ എങ്ങനെയുണ്ട് ഇടുക്കിനെ വെച്ച് നോക്കുമ്പോ ഇവിടെ എങ്ങനെയുണ്ട്? അതെ, അടിപൊളിയാണ്. നമ്മൾ ഇടുക്കിയിലേക്ക് വരുന്നുണ്ട്. ഇടുക്കിയില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് അവിടെ വെച്ച് പിന്നെ കാണാം. എങ്ങനെയുണ്ട് വിശേഷം? ഈ ഇതിന്റെ ഒപ്പം ചോദിക്കുന്നത് എല്ലാവരും കറികൾ എന്ന് പറഞ്ഞാലും കൂടെ കഴിക്കുന്ന സാധനം എങ്ങനെയുണ്ട്? അറിഞ്ഞിരിക്കുക, കറികൾ മാത്രമല്ല കള്ളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? സ്ഥലം, കള്ള് എല്ലാം അടിപൊളി. അപ്പൊ അവരവരെ ഇത്രയും നേരം നമ്മൾ സഹകരിച്ചതിന് താങ്ക്സ് വെരി മച്ച്. കാരണം അവർക്ക് അവരുടെ സ്വകാര്യം ഉണ്ടാവും. അപ്പൊ അത് അവർ നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ പ്രാവൻകൂട് ഷാപ്പിൽ വന്നപ്പോ ഇവിടുത്തെ നമ്മുടെ പുതിയ തലമുറയുടെ വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നോക്കിയേ, നല്ല മഴ പെയ്യണം. മഴ എന്ന് പറഞ്ഞ് നോക്കിയാൽ നല്ല പച്ചപ്പുള്ള പാടം. നിങ്ങളൊന്നൊന്ന് കണ്ടു നോക്കിയേ, നല്ല പച്ചപ്പുള്ള ഈ പാടത്തൊക്കെ നോക്കിയിട്ട് നിന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് കള്ളു കുടിക്കാനായിട്ട് നല്ലത് ഇവിടെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും നല്ലൊരു സമാധാനമൊക്കെ കിട്ടില്ലെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് പറയിട്ടാ. നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായം. ഈ ഷാപ്പിന്റെ ഇവിടുത്തെ ഒരു വൈബ് എങ്ങനെയപ്പോൾ പ്രാവൻകൂട് ഷാപ്പിലെ കറികളൊക്കെ പരിചയപ്പെട്ടു. നമുക്ക് എല്ലാ കറികളും കൂടി കഴിക്കുന്ന പരിപാടി നമുക്ക് നടക്കില്ല. നമ്മുടെ ചാനലിൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളും കൂടി നോക്കുന്നൊരു ചാനലായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യും. നിങ്ങളിങ്ങനെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ മേടിച്ചേക്കണത് ഒന്ന് നമ്മുടെ മുയലിറച്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വൈറ്റ് മീറ്റ് കൂടിയാണ്. അപ്പോൾ ഇതൊരു ഹെൽത്തി സാധനമാണ്. ഓക്കെ, അപ്പോൾ മുയലിറച്ചി, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, ഇത് 2 ഐറ്റംസാണ് നമ്മൾ മേടിച്ചത്. പിന്നെ നമ്മുടെ ഷാപ്പിലൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും കറികൾ ടേസ്റ്റ് ചെയ്യാന്ന് പറയണത്. പക്ഷെ ഞാൻ കറിയിലൊപ്പം ഈ ഷാപ്പിൽ വരുമ്പോൾ നല്ല അടിപൊളി കള്ളും കൂടി ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും പറയാൻ നമ്മളില്ല. കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞ സാധനമുള്ള. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ സാധനം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ആദ്യം ഇതെന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു. ദോഷം പറയാനില്ല. അത്യാവശ്യം നല്ല കള്ള് കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള ഒരു കള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് മൊയിലിറച്ചി ടേസ്റ്റ് ചെയ്യാം. മൊയിലിറച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കാണാം സവോള കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ ഇങ്ങനെ മാറ്റി വയ്ക്കാനുള്ള സാധനമല്ല. ഏറ്റവും അധികം ഈ ഇങ്ങനത്തെ മീറ്റുകളൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കേണ്ട സാധനം മൊയിലിറച്ചി എടുത്തു. ഇങ്ങനെ മൊയിലിറച്ചിക്ക് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് മസാലകളുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. എന്നാലാണ് അതിന് മൊയിലിൻ്റെ ചെറിയ കുത്ത് രസം ഉള്ളതുകൊണ്ട് ആ മസാലയുടെ ടേസ്റ്റൊക്കെ മുന്നിലേക്ക് നിന്നിട്ട് നല്ല അടിപൊളി. അപ്പം ഇനി അടുത്തത് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ചെമ്മീൻ ഫ്രൈ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം. അത് ഇങ്ങനെ സവോളയൊക്കെ കുട്ടി ഇങ്ങനെ എടുത്ത് കറികളൊന്നും പറയാനില്ല. കാരണം നല്ല അടിപൊളി കറികളാണ്. കാരണം കള്ള് കുടിക്കാനുള്ള താല്പര്യം അത് ഇഷ്ടമുള്ളവരാണല്ലോ അപ്പോൾ ഇവിടെ വരിക. അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കറികൾക്കൊക്കെ ഒരു ചെറിയ എരിവ് കൂടുതൽ മുന്നിലേക്ക് നിൽക്കും. അപ്പോൾ അത് ഈ വക സാധനങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെ വരണം. അപ്പം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് എരിവൊക്കെ മുന്നിലേക്ക് നിൽക്കും. ഈ കറികൾ അടിപൊളിയാണ്. നമ്മളൊന്നുകൂടി ടേസ്റ്റ് ചെയ്തിട്ടാണ്. ഇടുക്കാച്ചി ചെമ്മീൻ റോസ്റ്റാണ്. നന്നായിട്ടുണ്ട്. ഇനി അധികം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തില്ലേ. അപ്പം ഞാൻ ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ശരിക്കും ഇപ്പം കഴിച്ചു തീർക്കട്ടെ.
അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം പിന്നെ പറയാം. നമ്മുടെ ഈ പ്രാവിൻകൂട് ഷാപ്പ് ഇരിക്കുന്ന സ്ഥലം ഒന്ന് നിങ്ങൾ നോക്കിയേ, എന്താണ് അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. പ്രത്യേകിച്ച് ഭംഗി കൂടാനാ പോണേ കേട്ടോ. നമ്മുടെ മഴ പെയ്ത് വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് കാണാനായിട്ട് ഇതിലേറെ ഭംഗിയാവും. എല്ലാവരും വൈകണ്ട, സ്ഥലം മറക്കണ്ട. തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പ്രാവിൻകൂട് ഷാപ്പ് മാപ്രാണത്തുനിന്ന് നമ്മുടെ പുതുക്കാടൊക്കെ പോണ